മുള്ളുപോലെ നൊന്തില്ലേ നോവിലിന്ന തേനല്ലേ വൈകി വന്ന രാവല്ലേ രാവിനെന്തു കുളിരല്ലേ ഉള്ളിലുള്ള പ്രണയം തീയല്ലേ കാത്തിരുന്ന പെണ്ണല്ലേ കാലമേറെയായില്ലേ ഹലോ. എന്താ ഉറങ്ങിയോ? ഏയ് ഇല്ല. അതെന്താ ഉറങ്ങാത്തത്? സാധാരണ ഉറങ്ങുന്ന സമയം കഴിഞ്ഞല്ലോ. അത് അതെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ കിട്ടിയോളെ? പറ. വലിയ ഊഞ്ഞാണ് പറയൂ. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ദിവസമാ. എന്നുവെച്ചാൽ ഇന്ന് നമ്മുടെ കല്യാണം കഴിഞ്ഞ ദിവസമല്ലേ? ഓ, കല്യാണിക്ക് ജീവിത സാഫല്യം കിട്ടിയ ദിവസം, നീ എന്റെ കെട്ടിയോളായി മാറിയ ദിവസം. അല്ല, കല്യാണം കഴിഞ്ഞ ദിവസം കെട്ടിയോൾ ഇങ്ങനെയാണോ പെരുമാറുന്നത്? എന്താ വലിയ ഊഞ്ഞ എങ്ങനെയൊക്കെ? എങ്ങനെയൊക്കെ? ഒരു ഭർത്താവ് ഭാര്യയോട് എങ്ങനെയത് പറയേണ്ടത്? എന്താ വലിയ ഊഞ്ഞ ഇത്? ഇടി കെട്ടിയോളെ, കല്യാണം കഴിഞ്ഞ ഭാര്യ ഭർത്താവിന്റെ കൂടെ ഉണ്ടാവേണ്ടത് അതറിയില്ലേ കെട്ടിയോൾക്ക്? വലിയ കുഞ്ഞിന് എന്താ പറ്റി? ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും സംസാരിക്കാറില്ലല്ലോ. ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. ഇപ്പൊ സംസാരിക്കുന്നത് ഒരു ഭർത്താവിന്റെ അവകാശം. ഓ, എടി കെട്ടിയോളെ, ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാ. ഞാനിപ്പോ ഔട്ട് ഹൗസിലേക്ക് വരും. നിന്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് പാല് വാങ്ങി കുടിക്കാം. അത് ശരി, ഫോൺ കട്ട് ചെയ്തോ? ഇത്തവണയെങ്കിലും ഒരു മുടക്കവും കൂടാതെ ഈ കല്യാണം നടക്കുന്ന സുധേ ഞാൻ കരുതിയത്. എന്ത് പരീക്ഷണ സുധ ഇതൊക്കെ? ഞാൻ എന്തു പറഞ്ഞ എന്റെ മോളെ ആശ്വസിപ്പിക്കുക? എല്ലാം കൈവിട്ടുപോയി സുധേ. അച്ഛാ, അച്ഛന്റെ സങ്കടം എനിക്ക് മനസ്സിലാവും. ഓരോരുത്തർക്കും ഓരോ തലയിലെഴുത്തില്ലേ അച്ഛാ? അതുപോലെ കാര്യങ്ങൾ നടക്കും. നമുക്കും ഒരു നല്ല കാലം വരും അച്ഛാ, എനിക്ക് വിശ്വാസമുണ്ട്. എന്നെ ഓർത്ത് എൻ്റെ അച്ഛൻ സങ്കടപ്പെട്ട അതെനിക്ക് താങ്ങാൻ പറ്റില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി മുടങ്ങിപ്പോയ കല്യാണത്തെക്കുറിച്ച് ആലോചിച്ച് അച്ഛൻ അസുഖം കൂട്ടാൻ നിൽക്കണ്ട. ദേ, അച്ഛൻ എന്തെങ്കിലും കഴിക്കാം. വേണ്ട, ജീവിച്ചു പടുത്തു മോളെ. പിന്നെ എങ്ങനെ വിശപ്പുണ്ടാകുന്നേ? ഇങ്ങനെയൊന്നും പറയല്ല അച്ഛാ. അമ്മയില്ലാത്ത എനിക്കും അനിയൻകുട്ടനും
അച്ഛനെല്ലാം. അച്ഛനില്ലെങ്കിൽ എനിക്കും അനിയൻകുട്ടനും പിന്നെ ആരാ ഉള്ളേ? ഞാൻ അച്ഛനും ഗുളിക എടുക്കാം. മിടുക്കൻ. ദാ, ഗുളിക കഴിക്ക. ഇനി അച്ഛൻ പോയി സുഖമായിട്ട് ഉറങ്ങാൻ നോക്ക്. ചെല്ല. ആനന്ദും ഗംഗയും തമ്മിലുള്ള കല്യാണം മുടക്കിയിട്ടാ ഞാൻ പോകുന്നത്. അതായത് വെല്ലുവിളി ജയിച്ച വീര്യത്തോടെ. ഇവിടെ തോറ്റത് അഖിലാണ്ടേശ്വരിയ, ഞാനല്ല. അഖില, നിന്റെ മനസ്സിലേക്ക് മനസ്സിലാകും. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. അത് വിട്ടേക്ക്. ഇത് 2ാം തവണയാ കൃഷ്ണേട്ട നമ്മുടെ മോന്റെ കല്യാണം മുടങ്ങുന്നത്. നെഞ്ചില് കല്ല് കയറ്റി വെച്ചിരിക്കുന്ന പോലെ ഒരു ഭാരം തോന്നുന്നു. അഖില, ഈ കല്യാണമൊക്കെ മുകളിലിരിക്കുന്ന ആളാ തീരുമാനിക്കുന്നത്. അത് നടക്കേണ്ട സമയത്ത് എന്തൊക്കെ തടസ്സമുണ്ടായാലും നടന്നിരിക്കും. ദുഃഖങ്ങൾ നമ്മെ തേടിയെത്തും, പക്ഷേ സന്തോഷം നമ്മൾ തേടി കണ്ടുപിടിക്കണം. അതാണ് ജീവിതം. നീ സമാധാനമായിട്ടിരിക്കുക. അതല്ല കൃഷ്ണേട്ട, അവസാന നിമിഷം താലികെട്ട് മുടങ്ങി മണ്ഡപത്തിൽ നിന്നിറങ്ങി പോരേണ്ടി വരുന്ന ആനന്ദിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും ഓർക്കുമ്പോ. അഖില, തൽക്കാലം നീ അവനെക്കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെടണ്ട. അവൻ സങ്കടം പുറത്തു കാണിക്കാതെ ചിരിച്ചു നിൽക്കുന്നത് നമ്മൾ സങ്കടപ്പെടുമെന്ന് കരുതിയിട്ട. പാവോ കൃഷ്ണേട്ട നമ്മുടെ മോൻ. അവനെപ്പോലെ ഒരു മോനെ കിട്ടാൻ തപസ്സിരിക്കണം നമ്മൾ. അഖില, എന്തായത്? മനസ്സിന് താങ്ങാനാവാത്ത പലതും താങ്ങാനാവുമെന്ന് പഠിപ്പിക്കുന്നത് സാഹചര്യങ്ങളാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നിന്റെ ഈ മുഖം വാടിയിരുന്നാൽ അതെനിക്ക് സഹിക്കില്ലെന്ന് അറിയില്ല നിനക്ക്. പിന്നെ പ്രഷറായി, ECG വേരിയേഷനായി, കാർഡിയാക്. കൃഷ്ണേട്ട വേണ്ട. കൃഷ്ണേട്ടൻ പറയുന്നത് പോലെ മനസ്സിന് സമാധാനം ഇപ്പൊ വേണ്ടത്. നമുക്ക് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് മൂകാംബിക വരെ ഒന്ന് പോയിട്ട് വരാം കൃഷ്ണേട്ട. നീ ഇപ്പോ വലിയൊരു തീർത്ഥാടനം കഴിഞ്ഞ് വന്നതല്ലേ ഉള്ളൂ. ആ, ഒക്കെ ശരി തന്നെയാ. എന്നാലും മൂകാംബികയിൽ പോയി സൗപർണികയിലൊന്നും മുങ്ങി വരുമ്പോ മനസ്സിന്റെ ഭാരമൊക്കെ മാറും. ശരി,
നിന്റെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. അങ്ങനെയാണെങ്കിൽ നാളെ അതിരാവിലെ തന്നെ പോവാം. ശരി, രാവിലെ തന്നെ പോയേക്കാം. അതിരാവിലെ ആനന്ദിനെ പോയി വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യണ്ട. ഉം. ഞാൻ ഇപ്പൊ തന്നെ അവനോട് പോയി കാര്യം പറഞ്ഞിട്ട് വരാം. ശരി, പോയിട്ടോ. അവനെ കഴിഞ്ഞൊന്ന് ഓർമ്മിപ്പിച്ച് അവനെ വിഷമിപ്പിക്കാതെ നോക്കണം. ശരി. ഉം. ആ സുബണ്ണ, ആ പിന്നെന്താ, ഏയ് നിങ്ങൾ ലീവ് എടുക്ക്, ബാക്കിയൊക്കെ നമുക്ക് നോക്കാം. ആ അയ്യോ സുബണ്ണ, ഞാൻ പിന്നെ വിളിക്കേ. അമ്മ ബ്രോയുടെ റൂമിലേക്ക് വരികയാണെന്നാ തോന്നുന്നത്. ഈ ബ്രോയാണെങ്കിൽ ഔട്ട് ഹൗസിലേക്ക് പോയിരിക്കുക. ആ അമ്മ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ തിരികെ കേട്ടെ. വെച്ചേക്ക് വെച്ചേക്ക്. ആ ആ അമ്മ ബ്രോയെ കാണാൻ വന്നാണോ? എന്താ എന്തുപറ്റി? അയ്യോ ബ്രോ പുറത്തെവിടെ പോയി? ഞാൻ വിളിച്ചപ്പോ വന്നോണ്ടിരിക്കാന്നാ പറഞ്ഞ. ഹലോ ഹലോ ഹലോ, സിഗ്നൽ കിട്ടുന്നില്ല. ഞാൻ പുറത്തിറങ്ങിയിട്ട് വിളിക്കാം. ജസ്റ്റ് ഹോൾഡ് ഓൺ. ഓ, ആനന്ദ് മുറിയിലില്ലല്ലേ? ഇല്ല. ശരി. ഞാനും കൃഷ്ണേട്ടനും നാളെ മോർണിംഗിൽ മൂകാംബികയെ പോവാന്ന് വിചാരിക്കുന്നു. നാളെ അതിരാവിലെ തിരിക്കും. ഓ, അത് ആനന്ദിനോട് പറയാന്ന് വിചാരിച്ചാ വന്നത്. സാരമില്ല, നീ പറഞ്ഞാ മതി. ഓ ഞാൻ പറഞ്ഞോളാം. മടങ്ങി വരാൻ 2 ദിവസം എടുക്കും. ഞങ്ങളിവിടെ ഇല്ലാത്തോണ്ട് ഓഫീസ് പ്രവർത്തനത്തെ ഒന്നും ബാധിക്കാൻ പാടില്ല. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഗുഡ്. ശരി അമ്മ, ഗുഡ് നൈറ്റ്. ഹാപ്പി ജേണി അമ്മ. എന്റെ അമ്മേ, ദൈവമേ കാത്തു. ബ്രോ ഇത് എപ്പോ വരും? ഹലോ, ഉറങ്ങുന്നില്ലേ? ഇല്ല, നീ പോയി കിടന്നു. ശരി, എനിക്ക് ഉറക്കം വരുന്നു. കല്യാണി, വലിയ എന്റെ കെട്ടിയോള് മധുര സ്വപ്നങ്ങളായിരുന്നു തോന്നല്ലോ. ഒരുപാട് കൊതിച്ച ഒരു സ്വപ്നത്തെ സ്വന്തമാക്കിയ സന്തോഷത്തിലെ വലിയ കുഞ്ഞ ഞാൻ. എന്തോ കഷ്ടകാലമൊക്കെ കഴിഞ്ഞ പോലെ. ഒരു കാലവും ഒരുപാട് കാലത്തേക്കില്ല കല്യാണി. അത് കഷ്ടകാലമായാലും നല്ല കാലമായാലും എല്ലാത്തിനെയും അഭിമുഖീകരിക്കാൻ പഠിക്കണം. ചിലതിനെ അതിജീവിക്കണം, ചിലതുമായിട്ട് പൊരുത്തപ്പെടണം. നിന്റെ ഈ സ്വപ്നം സ്വന്തമാക്കിയത് നീ മാത്രമല്ല, നമ്മൾ ഒരുമിച്ച. ഇത്രയും നാളും നിന്നെ ഞാൻ കെട്ടിയോളെന്ന് വിളിക്കുമ്പോ അതിലൊരു അകലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. നീ പൂർണ്ണ അർത്ഥത്തിൽ എന്റെ കെട്ടിയോള. നീ പറഞ്ഞതുപോലെ തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണൻ സ്വന്തമാക്കിയ സ്വപ്നം, നിന്റെ കഴുത്തിൽ താലി ചാർത്തിയ നിന്റെ കെട്ടിയോ.
ഇനി ആധികാരങ്ങളൊക്കെ എനിക്ക് കാണിക്കാം. കല്യാണി, സാധാരണ കല്യാണം കഴിയുമ്പോൾ പെണ്ണിനും ചെറുക്കനും പാലും പഴവും കൊടുക്കുന്നൊരു ചടങ്ങുണ്ട്. ആ, അതുപോലും ഇല്ലാത്തൊരു കല്യാണമായി പോയില്ലേ തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണൻ്റെത്. ആ, അതിലിത്തിരി വിഷമമുണ്ട്. അത് വല്യുഞ്ഞ് കല്യാണം ഇങ്ങനെയൊക്കെ ആയി പോയതുകൊണ്ടല്ലേ? ഇനി ഇതായിട്ടൊരു കുറവ് വേണ്ട. ഇത് പാല്, ഇത് പഴം. അനിയൻകുട്ടൻ നീ ഉറങ്ങിയില്ലായിരുന്നോ? ഇവിടെ പാത്രം ഇറങ്ങി കളിക്കുമ്പോഴോ? ദാ, ഞാൻ പോന്നു. കല്യാണി, ഏതായാലും ഇതുപോലൊരു കുഞ്ഞളീനെ കിട്ടിയത് എന്റെ ഭാഗ്യം. അപ്പോ ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം. എന്തു പറ്റേച്ച? എന്താ ഈ നേരത്ത്, അതും ഒറ്റയ്ക്ക്? ഒരു ഫോൺ വന്ന് റേഞ്ച് കിട്ടാത്തോണ്ട് പുറത്തേക്ക് ഇറങ്ങിയതാ. നിന്നെ കാണാൻ റൂമിലേക്ക് വരാൻ പോയതാ. അപ്പോഴാ നീ മുന്നിലേക്ക് എത്തി. എന്നെ കാണാനോ? അതെ. കൺഗ്രാറ്റ്സ്. എന്തിനാണ് കൺഗ്രാറ്റ്സ് എന്നല്ല നീ ഇപ്പൊ ചിന്തിക്കുന്നത്. അന്ന് അമ്മ എടുത്തു തരുന്ന താലി തന്നെ കല്യാണിയുടെ കഴുത്തിൽ കെട്ടുവന്ന് നീ മണ്ഡപത്തിൽ വെച്ച് പറഞ്ഞത് മറന്നുപോയി. അമ്മ എടുത്തു തരുന്ന താലി മുഹൂർത്തം തെറ്റിക്കാതെ ഞാൻ കല്യാണിയുടെ കഴുത്തിൽ കെട്ടാൻ പോകും. അമ്മ ആഗ്രഹിച്ച കല്യാണം മുടങ്ങിയെങ്കിലും നീ ആഗ്രഹിച്ച കല്യാണം നടന്നു. എന്താ, ശരിയല്ലേ? വേറൊന്നുമില്ല, പറഞ്ഞ വാക്ക് നീ പാലിച്ചു. അതിനാ അച്ഛൻ നിനക്ക് കൺഗ്രാറ്റ്സ് പറഞ്ഞത്.
സോറി അച്ഛ. ഹേ, നീ എന്തിനാ സോറി പറയുന്നു? അതല്ല അച്ഛ, അമ്മയെ വേദനിപ്പിച്ച് ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ കാരണം. വേണ്ട, നീ ചെയ്ത കാര്യം തെറ്റാണോ ശരിയാണോ എന്ന് വിശകലനം ചെയ്യാനല്ല ഞാൻ ഇവിടെ വന്നത്. നീ അച്ഛനൊരു സത്യം ചെയ്തു തരണം.